Today the Lord told me that He is going to increase every grace and every blessing in your life. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സകല കൃപയും അനുഗ്രഹവും ദൈവം വർദ്ധിപ്പിക്കുവാൻ പോകുകയാണെന്ന് എന്നോട് പറഞ്ഞു. In Deuteronomy 7 and verse 13. ആവർത്തന പുസ്തകം 7:13 വിശുദ്ധ വചനം ഇപ്രകാരം പറയുന്നു. The Bible says, വേദപുസ്തകം പറയുന്നു, the Lord will love you. ദൈവം നിങ്ങളെ സ്നേഹിക്കും. The Lord will bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. The Lord will increase you. ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. This is God's plan for you. ഇത് നിങ്ങൾക്കുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. His love will flow into your life all through your life. ജീവിതകാലം മുഴുവൻ ദൈവസ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരും. When His love flows into you, blessing after blessing will come to you, according to John 1:16. ദൈവസ്നേഹം നിങ്ങളിലേക്ക് ഒഴുകി വരുമ്പോൾ യോഹന്നാൻ 1:16 പ്രകാരം അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിയപ്പെടും. When He blesses you, increase after increase will come. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ വർദ്ധനവിന് മേൽ വർദ്ധനവ് നിങ്ങളെ തേടി വരും. നിങ്ങൾ സമൃദ്ധിയായി അനുഗ്രഹീതരാകും. This is your future. ഇതാകുന്നു നിങ്ങളുടെ ഭാവി. This is your future. ഇത് നിങ്ങളുടെ ഭാവിയാണ്. Till now you may have not had any love in your life. നാളിതുവരെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സ്നേഹവും ലഭിച്ചിരിക്കുകയില്ല. You may have seen only curses. ഒരുപക്ഷെ നിങ്ങൾ ശാപങ്ങൾ മാത്രം കണ്ടിരിക്കും. You may have seen and experienced only losses. ഒരുപക്ഷെ നിങ്ങൾ നഷ്ടങ്ങൾ മാത്രം കണ്ടിരിക്കും, നഷ്ടങ്ങൾ മാത്രം അനുഭവിച്ചിരിക്കും. But from today, എന്നാൽ ഇന്നു മുതൽ God's love is going to flow like a river in your life. ഒരു നദി പോലെ ദൈവസ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവഹിക്കുവാൻ പോകുന്നു. It has been flowing, but from now on you will experience. ആ ദൈവസ്നേഹം ഒഴുകിക്കൊണ്ടിരുന്നു, എന്നാൽ ഇനി മുതൽ നിങ്ങൾ ആ സ്നേഹം അനുഭവിച്ചറിയുവാൻ തുടങ്ങും. And that is going to break every curse and bring blessing after blessing in your life. അത് ജീവിതത്തിലെ സകല ശാപങ്ങളെയും തകർക്കുവാൻ പോകുന്നു, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുവാൻ പോകുന്നു. And then there will be an increase in your family. പിന്നീട് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വർദ്ധനവ് ഉണ്ടാകും. Isaiah 60:22. യെശയ്യാവ് 60:22. Deuteronomy 1:11. ആവർത്തനം 1:11. The increase is going to be 1,000 times. 1000 മടങ്ങ് വർദ്ധനവ് ഉണ്ടാകുവാൻ പോകുന്നു. 1,000 times. 1000 മടങ്ങ് വർദ്ധനവ്. Praise the Lord. ദൈവത്തിന് സ്തുതി. 1000 guna. 1000 ഗുണ. Will you all raise your hands and shout in faith 1,000 times? നിങ്ങൾ എല്ലാവരും കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ 1000 മടങ്ങ് എന്ന് ഉച്ചത്തിൽ പറയുമോ? 1000 guna. 1000 മടങ്ങ്. I am receiving 1000 guna. ഞാൻ 1000 മടങ്ങ് വർദ്ധനവ് പ്രാപിക്കുന്നു. Amen. ആമേൻ. When does this come? എപ്പോഴാണ് ഈ വർദ്ധനവ് വരുന്നത്? When you experience the love of Jesus. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചറിയുമ്പോൾ. When you open your heart to Jesus and say, I want to experience your love in my life here afterwards, Lord. നിങ്ങൾ യേശുവിന് ഹൃദയം തുറന്ന്, ദൈവമേ, ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയണമെന്ന് പറയുമ്പോൾ. There was a poet in a king's court. ഒരിടത്ത് ഒരു രാജാവിന്റെ സദസ്സിൽ ഒരു ശ്രേഷ്ഠനായ കവി ഉണ്ടായിരുന്നു. He had great talent of poetry. കവിതാ രചനയിൽ അദ്ദേഹത്തിന് വളരെയധികം കഴിവുണ്ടായിരുന്നു. ആ വിഷയത്തിൽ അദ്ദേഹം ഒരു ജ്ഞാനിയായിരുന്നു. Just like we had the rap song with all the poetic rhymes. കാവ്യാത്മകമായ വരികൾ നിറഞ്ഞ റാപ്പ് സോങ്ങുകൾ നമുക്കുണ്ടായിരുന്നതുപോലെ This poet was so blessed to recite poetry on the king. രാജാവിനെ വാഴ്ത്തിക്കൊണ്ടുള്ള കവിതകൾ രചിക്കുന്നതിൽ ഈ കവി അതുല്യനായിരുന്നു. ഇദ്ദേഹം വളരെയധികം അനുഗ്രഹീതനായിരുന്നു. And this poet was a believer in God. എന്നാൽ ഈ കവി ഒരു ദൈവവിശ്വാസിയായിരുന്നു. And you know how he will worship his deity. ഈ കവി തന്റെ ഇഷ്ടദേവതയെ എങ്ങനെയാണ് ആരാധിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? He will tie his legs to the roof of his house. അദ്ദേഹം തന്റെ വീടിന്റെ മേൽക്കൂരയിൽ തന്റെ കാലുകൾ കെട്ടിയിടും. And he will be lying upside down. പിന്നീട് തല കീഴായി തൂങ്ങിക്കിടക്കും. And he will be worshiping his deity. അങ്ങനെയാണ് അദ്ദേഹം തന്റെ ഇഷ്ടദേവതയെ ആരാധിച്ചിരുന്നത്. He said, how can I stand on the same ground on which my deity is standing?
അദ്ദേഹം പലപ്പോഴും ഇപ്രകാരം ചോദിക്കാറുണ്ട്, എന്റെ ഇഷ്ടദേവത നിൽക്കുന്ന അതേ സ്ഥലത്ത് എനിക്കെങ്ങനെ നിൽക്കുവാൻ സാധിക്കും? Let me hang upside down and worship my deity. ഞാൻ തലകീഴായി തൂങ്ങിക്കിടന്ന് എന്റെ ഇഷ്ടദേവതയെ ആരാധിക്കട്ടെ. Oh, he was so reverent and pious. അദ്ദേഹം വളരെയധികം ഭയഭക്തിയുള്ളവനായിരുന്നു. And God saw him. ദൈവം അദ്ദേഹത്തെ കണ്ടു. One day he was going to the court of the king. ഒരു ദിവസം അദ്ദേഹം രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് And he പോകുകയായിരുന്നു. was reciting the poetry. അദ്ദേഹം കവിതകൾ രചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And his heart was connected to his God. അദ്ദേഹത്തിന്റെ ഹൃദയം തന്റെ ദൈവവുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു. When suddenly in the sky, in the open sky in the day, പെട്ടെന്ന് ആ പകൽ സമയത്ത് ആകാശത്തിൽ, in the midst of the clouds, മേഘങ്ങൾക്കിടയിൽ he saw a person carrying a cross. ഒരു വ്യക്തി കുരിശ് ചുമന്നുകൊണ്ട് പോകുന്നത് അദ്ദേഹം കണ്ടു. And blood was flowing out. ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. And blood was pouring upon his face. അദ്ദേഹത്തിന്റെ മുഖം നിറയെ രക്തമായിരുന്നു. മുഖത്ത് നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. But yet his face was full of love for all people. എന്നിട്ടും എല്ലാ ജനങ്ങളോടുമുള്ള സ്നേഹത്താൽ അദ്ദേഹത്തിന്റെ മുഖം നിറഞ്ഞിരുന്നു. When he saw him, ആ കവി അദ്ദേഹത്തെ കണ്ടപ്പോൾ the poet felt so loved, ആ കവിക്ക് വളരെയധികം സ്നേഹം അനുഭവപ്പെട്ടു. so full of peace, വളരെയധികം സമാധാനം അനുഭവപ്പെട്ടു. so cared for. വളരെ താല്പര്യം തോന്നി. And he said, "Who is this? അദ്ദേഹം ചോദിച്ചു, ആരാണിത്? I have worshipped my deity all these days in fear and trembling. ഞാൻ ഇക്കാലമത്രയും നടുങ്ങി വിറച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി എന്റെ ഇഷ്ടദേവതയെ ആരാധിച്ചു കൊണ്ടിരുന്നു. But when I look at this person, എന്നാൽ ഈ വ്യക്തിയുടെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ, when I look at this person, ഞാൻ ഈ വ്യക്തിയെ നോക്കിയപ്പോൾ he's radiating love into my heart. അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ രശ്മികൾ എന്റെ ഹൃദയത്തിലേക്ക് വന്നു. I feel I'm his son already. ഞാൻ അദ്ദേഹത്തിന്റെ മകനായി തീർന്നിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നി. I feel he's my father who loves me so much. എന്നെ അത്യധികം സ്നേഹിക്കുന്ന എന്റെ പിതാവാണ് ആ വ്യക്തിയെന്ന് എനിക്ക് തോന്നി. And he asked everybody, "Who is this with the cross?" പിന്നീട് അദ്ദേഹം എല്ലാവരോടും ചോദിച്ചു, ഈ ക്രൂശ് ചുമന്ന് നടക്കുന്നത് ആരാണ്? Somebody told him, ആരോ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, "That is Jesus. അത് യേശു ക്രിസ്തുവാണെന്ന്. He is the one who is God, who came into the world in the form of a human being." ഒരു മനുഷ്യന്റെ രൂപം സ്വീകരിച്ച് ഈ ഭൂമിയിൽ വന്ന് അവതരിച്ച ദൈവമാണ് യേശു ക്രിസ്തു എന്ന് ആരോ അദ്ദേഹത്തോട് പറഞ്ഞു. Took your sins. യേശു നിങ്ങളുടെ പാപങ്ങൾ തന്റെ മേൽ വഹിച്ചു. And he paid the penalty for your sins by becoming a sacrifice on your behalf with love, love, love. സ്നേഹത്തോടെ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നത് മുഖാന്തരം നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ യേശു ക്രിസ്തു ഏറ്റുവാങ്ങി നിങ്ങൾക്ക് വേണ്ടി സകല പാപവും ശാപവും യേശു തന്റെ മേൽ വഹിച്ചു. And that day he bowed before the Lord. അന്ന് അദ്ദേഹം ദൈവത്തിന് മുൻപാകെ തലകുനിച്ചു. And he said, "Jesus, അദ്ദേഹം പറഞ്ഞു, യേശുവേ, I need you. എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്. I want to experience your love." എനിക്ക് അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയണം. And he gave his life to Jesus. അദ്ദേഹം തന്റെ ജീവിതം യേശുവിന് സമർപ്പിച്ചു. His life changed. അദ്ദേഹത്തിന്റെ ജീവിതം A രൂപാന്തരപ്പെട്ടു. new heart came to him. ഒരു പുതിയ ഹൃദയം അദ്ദേഹത്തിന് ലഭിച്ചു. And love flowed out of him. സ്നേഹം അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെട്ടു ചെന്നു. And the nation changed. ആ ദേശം മുഴുവൻ രൂപാന്തരപ്പെട്ടു. The king changed. രാജാവ് രൂപാന്തരം പ്രാപിച്ചു. Love surrounded everybody. സ്നേഹം എല്ലാവരെയും വലയം ചെയ്തു. As this man began to recite poetry about the Lord of love, ഈ മനുഷ്യൻ സ്നേഹത്തിന്റെ ദൈവത്തെക്കുറിച്ച് നിരവധി കവിതകൾ രചിക്കുവാൻ തുടങ്ങി. it transformed everybody. അത് എല്ലാവരെയും രൂപാന്തരപ്പെടുത്തി. He sang some of the greatest songs. അതിപ്രശസ്തമായ ഏതാനും ചില ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. Even today, my friends, ഇന്നും എൻ്റെ പ്രിയ സ്നേഹിതന്മാരെ, Jesus is here.
യേശു ക്രിസ്തു ഇവിടെയുണ്ട്. He is by your side. യേശു നിങ്ങളുടെ അരികിലുണ്ട്. He is by your side. യേശു നിങ്ങളുടെ അരികിലുണ്ട്. Full of love. സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് Full നിൽക്കുന്നു. of love. സ്നേഹത്താൽ നിറഞ്ഞ് He says, I love you, my son. യേശു പറയുന്നു, എന്റെ മകനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. I love you, my daughter. എന്റെ മകളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. I love you, my daughter. എന്റെ മകളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. I want you to experience love in this world. ഈ ലോകത്തിൽ നീ സ്നേഹം അനുഭവിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. You have seen the destruction the devil has brought in your life. പിശാച് നിന്റെ ജീവിതത്തിൽ സൃഷ്ടിച്ച നാശങ്ങൾ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. My child, you have seen only ingratitude in the world. എന്റെ കുഞ്ഞെ, നീ ഈ ലോകത്തിൽ നന്ദിയില്ലായ്മ മാത്രമേ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൂ. You have seen the curses of this world. നീ ഈ ലോകത്തിന്റെ ശാപങ്ങൾ മാത്രം കണ്ടിരിക്കുന്നു. But now, എന്നാൽ ഇപ്പോൾ I, Jesus, want you to experience my love in the world. ഈ ലോകത്തിൽ നീ എന്റെ സ്നേഹം അനുഭവിച്ചറിയണമെന്ന് യേശുവായ ഞാൻ ആഗ്രഹിക്കുന്നു. Would you say, നിങ്ങൾ പറയുമോ, Jesus, യേശുവേ, I am opening my heart to you. ഞാൻ എന്റെ ഹൃദയം അങ്ങേക്ക് തുറക്കുന്നു. Come into my heart. എന്റെ ഹൃദയത്തിലേക്ക് വരേണമേ. Come into my life. എന്റെ ജീവിതത്തിലേക്ക് വരേണമേ. Oh, as you open your heart and cry to Jesus now, നിങ്ങളിപ്പോൾ ഹൃദയം തുറന്ന് യേശുവിനോട് നിലവിളിക്കുമ്പോൾ Jesus says, യേശു പറയുന്നു, when you open your heart, I will come into your heart. നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. I will love you. ഞാൻ നിങ്ങളെ സ്നേഹിക്കും. I will wash you with my blood and take away every sin from your life. എന്റെ രക്തത്താൽ ഞാൻ നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കും. ജീവിതത്തിൽ നിന്ന് സകല പാപവും എടുത്തു മാറ്റും. And make you my child. നിങ്ങളെ എന്റെ പൈതലാക്കി തീർക്കും. How many of you want to become the child of Jesus? നിങ്ങളിൽ എത്ര പേർ യേശുവിന്റെ പൈതലായി തീരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? Would you raise your hands and show it to Jesus? നിങ്ങൾ കരങ്ങൾ ഉയർത്തി യേശുവിനെ കാണിച്ചു കൊടുക്കുമോ? Tell him, I need you, Lord. പറയുവിൻ, യേശുവേ, എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്. Close your eyes. കണ്ണുകൾ അടയ്ക്കുവിൻ. Open your heart ഹൃദയം തുറക്കുവിൻ. and tell him, Lord, ദൈവത്തോട് പറയുവിൻ, I want you. എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്. I want to experience your love. എനിക്ക് അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയണം. Come into my heart. എന്റെ ഹൃദയത്തിലേക്ക് വരേണമേ. Come into my heart. എന്റെ ഹൃദയത്തിലേക്ക് Come വരേണമേ. into my heart. യേശുവേ, അങ്ങന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരേണമേ. Everybody crying. എല്ലാവരും നിലവിളിക്കുവിൻ. Now, ഇപ്പോൾ ഇപ്പോൾ Jesus is coming in. യേശു ക്രിസ്തു നിങ്ങളിലേക്ക് വരുന്നു. He loves you. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. He wants you to experience love, love, love in the world from today. നിങ്ങൾ ഇന്നു മുതൽ ഈ ലോകത്തിൽ യേശുവിന്റെ സ്നേഹം അനുഭവിച്ചറിയണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. It is enough you have cried. നിങ്ങൾ നിലവിളിച്ചത് It മതിയായിരിക്കുന്നു. is enough you have cried. നിങ്ങൾ കരഞ്ഞത് മതിയായിരിക്കുന്നു. It is enough you have cried. നിങ്ങൾ വേണ്ടത്ര കരഞ്ഞിരിക്കുന്നു. It is enough. അത് It മതിയായിരിക്കുന്നു. is enough you have been lonely. നിങ്ങൾ ഏകാന്തതയിൽ കഴിഞ്ഞുകൂടിയത് മതിയായിരിക്കുന്നു. Now, from now on, ഇപ്പോൾ ഈ നിമിഷം മുതൽ you will feel loved. നിങ്ങൾ സ്നേഹം അനുഭവിച്ചറിയും. Jesus is coming in. യേശു നിങ്ങളിലേക്ക് വരുന്നു. The one who shed his blood for you to be saved from all your sins and cleansed from all your sins is coming into you. നിങ്ങൾ സകല പാപങ്ങളിൽ നിന്നും മോചനം നേടി രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച യേശു ക്രിസ്തു നിങ്ങളിലേക്ക് വരുന്നു. Talk to him. Talk to him. യേശുവിനോട് സംസാരിക്കുവിൻ. Forget who is by your side. അരികിലുള്ളവരെ മറന്നു കളയുവിൻ. You talk to him now. നിങ്ങൾ ഇപ്പോൾ യേശുവിനോട് സംസാരിക്കുവിൻ. He is talking to you. യേശു നിങ്ങളോട് സംസാരിക്കുകയാണ്. If he says, leave your drinking, tell him, Lord, I'm leaving my drink. മദ്യപാനം ഉപേക്ഷിക്കുവാൻ യേശു നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ യേശുവിനോട് പറയുവിൻ, ദൈവമേ, ഞാൻ മദ്യപാനം If ഉപേക്ഷിക്കുന്നു. he says, come out of your lustful ways, tell him, Lord, I'm sorry, forgive me. ജഡമോഹത്തിൽ നിന്ന് പുറത്തു വരുവിനെന്ന് യേശു നിങ്ങളോട് കൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുവിൻ, യേശുവേ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ജഡമോഹം Now വിട്ടൊഴിയുന്നു. he's cleansing you. യേശു നിങ്ങളെ കഴുകി വെടിപ്പാക്കുന്നു. With his own blood, the blood of Jesus. യേശുവിന്റെ രക്തത്താൽ യേശു നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നു. Every guilt is leaving you. സകല കുറ്റബോധവും നിങ്ങളെ വിട്ട് പോകുന്നു. Every guilt of sin is leaving you. പാപത്തിന്റെ കുറ്റബോധം നിങ്ങളെ വിട്ട് പോകുന്നു. You may put down your hands, but open your heart and cry to Jesus. നിങ്ങൾക്ക് now. കരങ്ങൾ താഴെയിടാം, എന്നാൽ ഹൃദയം തുറന്ന് യേശുവിനോട് നിലവിളിക്കുവിൻ. You are experiencing Jesus now. നിങ്ങൾ ഇപ്പോൾ യേശുവിനെ അനുഭവിച്ചറിയുകയാണ്. And God is coming into your heart right now. ദൈവം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നു.
Jesus is coming in. യേശു നിങ്ങളിലേക്ക് വരുന്നു. Jesus is coming in. യേശു നിങ്ങളിലേക്ക് വരുന്നു. Amen. ആമേൻ. Jesus is coming. യേശു ക്രിസ്തു നിങ്ങളിലേക്ക് വരുന്നു. Would you open your heart and praise him right now? നിങ്ങൾ ഹൃദയം തുറന്ന് ഇപ്പോൾ യേശുവിനെ സ്തുതിക്കുമോ? Rejoice because he is coming into your heart. സന്തോഷിപ്പിൻ, യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നു. God's love is flowing into you right now. ദൈവസ്നേഹം ഇപ്പോൾ നിങ്ങളിലേക്ക് ഒഴുകി വരുന്നു. Father, let every sin and sinful pleasure leave everybody in Jesus' name. പിതാവേ, സകല പാപവും പാപത്തിന്റെ മോഹങ്ങളും യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും വിട്ട് അകന്നു പോകട്ടെ. Let every fear caused by sin leave them in Jesus' name. പാപം നിമിത്തമുണ്ടായ സകല ഭയവും യേശുവിന്റെ നാമത്തിൽ അവരെ വിട്ട് പോകട്ടെ. Lord, wash them with your blood. കർത്താവേ, അങ്ങയുടെ രക്തത്താൽ അവരെ കഴുകി വിശുദ്ധീകരിക്കണമേ. Wash everyone with the blood that you shed on the cross. അങ്ങ് ക്രൂശിൽ ചിന്തിയ രക്തത്താൽ എല്ലാവരെയും കഴുകി വെടിപ്പാക്കണമേ. Now let every addiction go. ഇപ്പോൾ സകല ദുശീലങ്ങളും വിട്ടുപോകട്ടെ. My friend, throw away your cigarette packets, your drugs, your alcohol, your lustful things, and say, Lord, I don't want them, I want Jesus. എന്റെ സ്നേഹിത, നിങ്ങളുടെ സിഗരറ്റ് പാക്കറ്റുകളും മദ്യക്കുപ്പികളും എറിഞ്ഞു കളയുവിൻ, ജഡമോഹം ഉപേക്ഷിക്കുവിൻ, ഇപ്രകാരം പറയുവിൻ, യേശുവേ, എനിക്ക് അതൊന്നും വേണ്ട, അങ്ങയെ മാത്രം മതി. Turn from your wicked ways നിങ്ങൾ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുവിൻ. and start loving people. ജനങ്ങളെ സ്നേഹിക്കുവാൻ തുടങ്ങുവിൻ. Ask Jesus for grace. ആയതിനുള്ള കൃപയ്ക്കായി യേശുവിനോട് He is യാചിക്കുവിൻ. coming in right now. യേശു ഇപ്പോൾ നിങ്ങളിലേക്ക് He വരുന്നു. is changing your family members right now as you are crying for them. നിങ്ങൾ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കരയുമ്പോൾ ഇപ്പോൾ യേശു കുടുംബത്തിലെ അംഗങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. Your husband is being changed right now wherever he is. നിങ്ങളുടെ ഭർത്താവ് എവിടെയാണെങ്കിലും രൂപാന്തരം പ്രാപിക്കുന്നു. As you cry to God, നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ your spouse will be sanctified by the blood of Jesus through his love. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ സ്നേഹം മുഖാന്തരം നിങ്ങളുടെ ജീവിത പങ്കാളി Come വിശുദ്ധീകരിക്കപ്പെടും. on, praise him. ദൈവത്തെ സ്തുതിക്കുവിൻ. Praise the Lord for his cleansing power. ദൈവത്തിന്റെ വിശുദ്ധീകരിക്കുന്ന ശക്തിക്കായി ദൈവത്തെ Say, സ്തുതിപ്പിൻ. thank you, Jesus, for cleansing me. യേശുവേ, എന്നെ കഴുകി വെടിപ്പാക്കിയതിന് നന്ദി എന്ന് Father, പറയുവിൻ. wash everyone. പിതാവേ, എല്ലാവരെയും വിശുദ്ധീകരിക്കണം. Cleanse us from every sin. സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കണം. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Thank you for doing it, Lord. അപ്രകാരം ചെയ്യുന്നതിന് നന്ദി. We give you all the glory. സകല മഹത്വവും അങ്ങേക്ക് കരേറ്റുന്നു. We give you all the glory. സകല മഹത്വവും. Just praise the Lord. ദൈവത്തെ സ്തുതിക്കുവിൻ. Raise your hands and say, thank you, Jesus. കരങ്ങൾ ഉയർത്തി യേശുവേ നന്ദി എന്ന് പറയുവിൻ. Thank you, Jesus. യേശുവേ നന്ദി. Thank you, Jesus. യേശുവേ നന്ദി. You are my Father. അങ്ങെന്റെ പിതാവാണ്. Thank you for coming into my heart. എന്റെ ഹൃദയത്തിലേക്ക് വന്നതിന് നന്ദി. Thank you, Lord. പിതാവേ നന്ദി. Something marvelous is happening in your heart. വിസ്മരണീയമായ എന്തോ നിങ്ങളുടെ ഹൃദയത്തിൽ സംഭവിക്കുന്നു. God's love is filling you right now. ദൈവസ്നേഹം ഇപ്പോൾ നിങ്ങളെ നിറയ്ക്കുന്നു. From now on, you will be able to love all people. ഇനി മുതൽ നിങ്ങൾക്ക് എല്ലാ ജനങ്ങളെയും സ്നേഹിക്കുവാൻ കഴിയും. And people will love you. ജനങ്ങൾ നിങ്ങളെയും സ്നേഹിക്കും. Thank you, Jesus. യേശുവേ നന്ദി. Amen. ആമേൻ. Amen. ആമേൻ. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. You are the child of Jesus. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ പൈതലാണ്. The child of the living God now. നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ പൈതലാണിപ്പോൾ. Clean up your house when you go. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ വീട് ശുദ്ധീകരിക്കുവിൻ. Clean up your phone. നിങ്ങളുടെ ഫോൺ ശുദ്ധീകരിപ്പിൻ. Clean up your mobile phone. നിങ്ങളുടെ മൊബൈൽ ഫോൺ ശുദ്ധിയാക്കുവിൻ. All the rubbish should go. ആവശ്യമില്ലാത്തതെല്ലാം അതിൽ നിന്ന് പോകണം. Clean up your computers. കമ്പ്യൂട്ടർ ക്ലീൻ ചെയ്യുവിൻ. Clean up your relationship. ബന്ധങ്ങളെ വിശുദ്ധീകരിപ്പിൻ. Husbands, get back to your wife and love your wife. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യയുടെ അടുത്തേക്ക് മടങ്ങി ചെല്ലുവിൻ, അവരെ സ്നേഹിക്കുവിൻ. Wives, love your husbands. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാരെ സ്നേഹിപ്പിൻ, Respect them. അവരെ ബഹുമാനിക്കുവിൻ. Children, honor your parents കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ ബഹുമാനിക്കുവിൻ. and enjoy love in your home. കുടുംബത്തിൽ സ്നേഹം ആസ്വദിക്കുവിൻ. Jesus is coming with you to make you enjoy his love. തന്റെ സ്നേഹം നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ സാധിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു നിങ്ങളോടൊപ്പം വരുന്നു. Do you believe that? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? Say, I believe. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുവിൻ. Thank you, Jesus. യേശുവേ നന്ദി. Thank you, Jesus, for coming with me. യേശുവേ എന്നോടൊപ്പം വരുന്നതിന് നന്ദി. Hallelujah. ഹല്ലേലൂയ. He told me his love will be experienced by you mightily in the days to come.
വരും കാലങ്ങളിൽ നിങ്ങൾ യേശുവിന്റെ സ്നേഹം അതിശക്തമായ രീതിയിൽ അനുഭവിക്കുമെന്ന് യേശു എന്നോട് പറഞ്ഞു. If you have Jesus, you will be loved at all times. യേശു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും സ്നേഹിക്കപ്പെടും. When you go back to your village, നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ from now on, ഇനി മുതൽ you'll enjoy the love of Jesus. നിങ്ങൾ യേശുവിന്റെ സ്നേഹം ആസ്വദിക്കും. The angels will be around you. ദൂതന്മാർ നിങ്ങൾക്ക് ചുറ്റിലും ഉണ്ടായിരിക്കും. And your family will begin to love you from today. നിങ്ങളുടെ കുടുംബം ഇന്നു മുതൽ നിങ്ങളെ സ്നേഹിക്കുവാൻ തുടങ്ങും. In your place of work, you will see a difference. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു വ്യത്യസ്തത കാണാനാകും. People will love you. ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കും. In your business, people will love you. ബിസിനസ്സിൽ ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കും. In the village, people will love you. ഗ്രാമത്തിലെ ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കും. Because you love Jesus and Jesus loves you. കാരണം നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ യേശു നിങ്ങളെയും സ്നേഹിക്കുന്നു. In your ministry, you'll be loved and honored as never before when you go back to minister. നിങ്ങൾ ശുശ്രൂഷ ചെയ്യുവാൻ തിരിച്ചു പോകുമ്പോൾ മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ നിങ്ങൾ ശുശ്രൂഷയിൽ സ്നേഹിക്കപ്പെടും, ആദരിക്കപ്പെടും. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. You will enjoy love as never before. നിങ്ങൾ മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ സ്നേഹം അനുഭവിച്ചറിയും, ആസ്വദിക്കും. The Holy Spirit told me, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, many of you have turned to God and lived righteously. നിങ്ങളിൽ അനേകർ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു, നീതിയോടെ ജീവിതം നയിച്ചു. But till now, you have not been loved in your society for the sake of Jesus. എന്നാൽ ഇപ്പോഴും യേശു നിമിത്തം നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നില്ല. Jesus told me, യേശു എന്നോട് പറഞ്ഞു, God's love will be poured. ദൈവസ്നേഹം ചൊരിയപ്പെടും. If you believe it, shout a big hallelujah to Jesus and say, thank you, Lord. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഉച്ചത്തിൽ യേശുവിനെ ഹല്ലേലൂയ പറയുവിൻ. യേശുവേ നന്ദിയെന്ന് ഉച്ചത്തിൽ പറയുവിൻ. Amen. You said double hallelujah, so double portion. നിങ്ങൾ 2 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഇരട്ടി പങ്ക് ലഭിക്കും. Amen. ആമേൻ. The Lord's grace is coming. ദൈവത്തിന്റെ കൃപ ഇറങ്ങി വരുന്നു. There's a wonderful testimony, Mr. Francis, whose life God changed. ഇപ്പോൾ ശ്രീ ഫ്രാൻസിസിന്റെ സാക്ഷ്യം നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിന്റെ ജീവിതത്തെ ദൈവം രൂപാന്തരപ്പെടുത്തി. We'll just take 2 minutes to listen to his story, which will encourage you. നിങ്ങൾ 2 നിമിഷം ഈ കഥ കേൾക്കൂ, അത് നിങ്ങളെ അത്യധികം പ്രോത്സാഹിപ്പിക്കും. God transformed his life. ദൈവം അദ്ദേഹത്തിന്റെ ജീവിതത്തെ And രൂപാന്തരപ്പെടുത്തി. he is from Punjab. അദ്ദേഹം പഞ്ചാബിൽ നിന്നാണ്. Let's listen to him. നമുക്ക് അദ്ദേഹം പറയുന്നത് കേൾക്കാം. Come, brother. What's your name? Come, brother. Francis. This is who is this? Your wife? Your wife and son. Oh. He's just woken up. This is your mother? Father. Okay. Tell us what God did for you. പ്രൈസ് ദ ലോർഡ്. ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഞാൻ പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ താമസിക്കുന്നു. എൻ്റെ പേര് ഫ്രാൻസിസ്. എൻ്റെ തൊഴിൽ പെയിൻറ്റിംഗ് ആണ്. സത്യമായിട്ടും ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതകരമായ ഒരു മാറ്റമുണ്ടാക്കി. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം എന്നെ എങ്ങനെയാണ് മാറ്റിയതെന്ന് ഞാനിപ്പോൾ നിങ്ങളോട് സാക്ഷ്യം പറയാൻ പോവുകയാണ്. എൻ്റെ സഹോദരന് എപ്പോഴും അസുഖമായിരുന്നു. അവൻ എപ്പോഴും അപസ്മാരം എന്ന രോഗം വരും. ഞങ്ങൾ അവനെ ചികിത്സയ്ക്കായി ഗുരുദാസ്പൂരിലെ പല ഡോക്ടേഴ്സിൻ്റെ അടുത്തും കൊണ്ടുപോയി. പക്ഷേ അവരെല്ലാവരും അവനെ ഭേദമാക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അവനെ അമൃത്സറിലെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ഞങ്ങൾ അവനെ 3 പ്രാവശ്യം അഡ്മിറ്റ് ചെയ്തു. പക്ഷേ ഒടുവിൽ അവിടെയുള്ള ഡോക്ടേഴ്സും അവനെ കൈവെടിഞ്ഞു. ദിവസം തോറും അവൻ്റെ പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒടുവിൽ ആശ കൈവിട്ട് നിസ്സഹായരായി. ഞങ്ങളുടെ വീട് പണിയും മുടങ്ങി. വളരെയധികം മനോവിഷമം അനുഭവിച്ചു. അമൃത്സറിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ദൈവദാസനായ ഡോക്ടർ പോൾ ദിനകരൻ്റെ ഒരു വിളംബരം കണ്ടു. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഞാൻ എല്ലാവരുമായി അതിനെക്കുറിച്ച് സംസാരിച്ചു. പിന്നീട് ഞാനും അനിയനും മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്നു. മീറ്റിംഗ് നടന്ന 3 ദിവസം ഞാൻ അവനെ കൊണ്ടുപോയി. ദൈവദാസനിലൂടെ ദൈവം എൻ്റെ പേര് വിളിച്ചു. എന്നെക്കുറിച്ചുള്ള പല കാര്യങ്ങളും അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു. ഫ്രാൻസിസ്, you are addicted to evil habits. നീ ഒരു ചതിയനാണ്. You have cheated many people. നീ പലരെയും ചതിച്ചിട്ടുണ്ട്. Repent tonight. നീ മനസ്താപപ്പെടണം. Repent tonight. നീ മനസ്താപപ്പെടണം. God wants to build your family നിന്റെ കുടുംബത്തെ കെട്ടിപ്പടുക്കാൻ ദൈവം and ആഗ്രഹിക്കുന്നു. bless you ദൈവം നിന്നെ with a അനുഗ്രഹിക്കുന്നു. golden future. നല്ലൊരു ഭാവിക്ക് വേണ്ടി Rise up and receive the Lord and say, Lord, forgive me. എഴുന്നേറ്റ് ദൈവത്തോട് പറയൂ, എനിക്ക് മാപ്പ് തരണമേ എന്ന്.
ശരിക്കും ദൈവം എൻ്റെ ജീവിതം മാറ്റി. ദൈവദാസൻ സംസാരിച്ചതുപോലെ 3 മാസത്തിന് ശേഷം ഞങ്ങളുടെ വീട് പണി തുടർന്നു. ഞാൻ ദൈവത്തോട് എൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞു. എൻ്റെ എല്ലാ തെറ്റായ വഴികളും ഞാൻ മാറ്റി. 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വിവാഹം കഴിച്ചു. ദൈവം എനിക്കൊരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. ഞാൻ അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ദൈവവേല ചെയ്യുന്നു. ദൈവം എന്നെ അതിശക്തമായി ഉപയോഗിച്ചു വരുന്നു. ദൈവം എന്നിലൂടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിലെ ദൈവ പദ്ധതി എത്ര വലുതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ ദൈവദാസനും ഞാൻ നന്ദി പറയുന്നു. ദൈവനാമം എന്നെന്നും മഹിമപ്പെടട്ടെ. He is alive. യേശു ജീവിക്കുന്നു. Paul Dinakaran cannot help you. പോൾ ദിനകരനെ നിങ്ങളെ സഹായിക്കുവാൻ കഴിയില്ല. I am only here to pray along with you. ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാനാണ് ഇവിടെ ആയിരിക്കുന്നത്. It's Jesus. യേശുവാണ് അത്ഭുതം ചെയ്യുന്നത്. Even if I lay hands on all of you, ഞാൻ നിങ്ങൾ എല്ലാവരുടെ മേലും കരങ്ങൾ വെച്ചാലും, if I do it by myself as Paul Dinakaran, it's useless. പോൾ ദിനകരൻ എന്ന രീതിയിൽ ഞാൻ അത് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. But we are all looking to the love of നമ്മൾ Jesus. എല്ലാവരും യേശുവിന്റെ സ്നേഹത്തിലേക്കാണ് നോക്കുന്നത്. He is by your യേശു side. നിങ്ങളുടെ അരികിലുണ്ട്. Now he is coming upon അപ്പോൾ you. യേശു നിങ്ങളുടെ മേൽ വന്ന് ആവസിക്കും. Geeta. ഗീത, I see the name of a person called Geeta. ഗീത എന്ന ഒരു വ്യക്തിയുടെ പേര് ഞാൻ കാണുന്നു. You're not able to sleep in the night. നിങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയുന്നില്ല. Demonic spirits are oppressing you. ദുരാത്മാക്കൾ നിങ്ങളെ പീഡിപ്പിക്കുന്നു. But right now, എന്നാൽ ഇപ്പോൾ you are experiencing the love of God as never before in your spirit. നിങ്ങൾ മുൻപ് എങ്ങുമില്ലാത്ത വിധത്തിൽ ആത്മാവിൽ ദൈവസ്നേഹം അനുഭവിച്ചറിയുകയാണ്. A great joy is coming. ഒരു വലിയ സന്തോഷം വരുന്നു. It's because Jesus is coming into your അതിന് heart. കാരണം യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നു എന്നതാണ്. Yes, there will be great increase in your cultivation. അതെ, നിങ്ങളുടെ കൃഷിയിൽ വലിയ വർധനവ് ഉണ്ടാകും. The guilt of blood that has come upon your family because of your forefathers is being forgiven by നിങ്ങളുടെ Jesus. പൂർവ്വ പിതാക്കന്മാർ നിമിത്തം നിങ്ങളുടെ കുടുംബത്തിന്മേലുണ്ടായ രക്തക്കറ മാഞ്ഞു പോകുന്നു. യേശു നിങ്ങളോട് ക്ഷമിക്കുന്നു. And Jesus Christ is setting you free from every യേശു curse. ക്രിസ്തു സകല ശാപങ്ങളിൽ നിന്നും നിങ്ങളെ വിടുവിക്കുന്നു. Jesus is here. യേശു ഇവിടെയുണ്ട്. I see a young man. ഞാൻ ഒരു യുവാവിനെ കാണുന്നു. His name is Nitin. You are in this crowd. അവന്റെ പേര് നിതിൻ എന്നാണ്. നിങ്ങൾ ഈ You're ജനക്കൂട്ടത്തിനിടയിലുണ്ട്. planning to commit suicide. നിങ്ങൾ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു. You said when you came to the meeting, there is nobody to help me in the world. നിങ്ങൾ ഈ യോഗത്തിന് വന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഈ ലോകത്തിൽ എന്നെ സഹായിക്കുവാൻ ആരുമില്ല. But now you're experiencing God's love coming into your spirit, Nitin. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിലേക്ക് ദൈവസ്നേഹം കടന്നു വരുന്നത് നിങ്ങൾ Yes, അനുഭവിച്ചറിയുന്നു. the demonic spirits are leaving. ദുരാത്മാക്കൾ നിങ്ങളെ വിട്ട് പോകുന്നു. And Jesus is coming. യേശു നിങ്ങളിലേക്ക് വരുന്നു. Jesus is coming. യേശു നിങ്ങളിലേക്ക് വരുന്നു. Yes, those who forsook you, അതെ, ആരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ചുവോ God will bless you and you will become a blessing to them. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ അവർക്ക് ഒരു അനുഗ്രഹമായി തീരും. Yes, you will have a job അതെ, നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കും. and you will rise up. നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. Someday you will have your own business. ഒരു ദിവസം നിങ്ങൾക്ക് സ്വന്തം ബിസിനസ് തുടങ്ങാനാകും. But the love of God is flowing into you right now. എന്നാൽ ഇപ്പോൾ ദൈവസ്നേഹം നിങ്ങളിലേക്ക് ഒഴുകി വരുന്നു. This grace is coming to everybody. ഈ കൃപ എല്ലാവരിലേക്കും ഒഴുകി വരികയാണ്. Jesus. യേശു, For life you can have him. ജീവന് വേണ്ടി നിങ്ങൾക്ക് യേശുവിനെ സ്വന്തമാക്കാം. And when he comes into you, യേശു നിങ്ങളിലേക്ക് വരുമ്പോൾ he begins to bless you. യേശു നിങ്ങളെ അനുഗ്രഹിക്കുവാൻ തുടങ്ങുന്നു. One by one blessing started. ഒന്നിനു പിറകെ ഒന്നായി അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുവാൻ തുടങ്ങി. And he increases you. യേശു നിങ്ങളെ വർദ്ധിപ്പിക്കുന്നു. He increases within you. യേശു നിങ്ങളിൽ വർദ്ധിച്ചു പെരുകുന്നു. Yes, that's the heart of God. അതെ, അതാകുന്നു ദൈവത്തിന്റെ ഹൃദയം. Especially the Bible says in Psalm 115 and verse 14. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ 115-14 വാക്യത്തിൽ സത്യവേദപുസ്തകം വ്യക്തമായി പറയുന്നു, You and your children will increase. നിങ്ങളും നിങ്ങളുടെ മക്കളും മേൽക്കുമേൽ God's വർദ്ധിക്കും. blessing is coming upon your children and they will increase and rise up to great heights. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മക്കളുടെ മേൽ ചൊരിയപ്പെടുമ്പോൾ അവർ വർദ്ധിക്കും, അത്യുന്നതങ്ങളിലേക്ക് ഉയരും. If you read Psalm 127 and verse 4, നിങ്ങൾ സങ്കീർത്തനങ്ങൾ 127-4 വാക്യം God വായിക്കുകയാണെങ്കിൽ, will give you children if you are barren. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് തീർച്ചയായും കുഞ്ഞുങ്ങളെ നൽകും, നിങ്ങളെ അനുഗ്രഹിക്കും. And if you have children who are rebellious and a failure,
നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ ഒരു പരാജയമാണെങ്കിൽ, അവർ കലഹപ്രിയരാണെങ്കിൽ, God will transform their hearts from today, ദൈവം ഇന്നു മുതൽ അവരുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തും. and they will become God's reward to you. അവർ നിങ്ങൾക്കുള്ള ദൈവത്തിന്റെ പ്രതിഫലമായി തീരും. You will begin to say, my child has changed so much. My child is a reward to me from God. So blessed. നിങ്ങൾ ഇപ്രകാരം പറയുവാൻ തുടങ്ങും, എൻ്റെ മകനിൽ വളരെയധികം മാറ്റങ്ങൾ ഞാൻ കാണുന്നു, അവൻ ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച It's പ്രതിഫലമാണ്. going to happen to you from today. ഇന്നു മുതൽ അത് നിങ്ങൾക്ക് സംഭവിക്കുവാൻ You പോകുന്നു. and your children will increase with blessing. നിങ്ങളും നിങ്ങളുടെ മക്കളും അനുഗ്രഹങ്ങളാൽ മേൽക്കുമേൽ വർദ്ധിക്കും. And I command every barren womb to receive a child in their womb in the name of Jesus now. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തങ്ങളുടെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞുണ്ടാകട്ടെ. Would you say amen? നിങ്ങൾ ആമേൻ എന്ന് പറയുമോ? And let the children be transformed. കുഞ്ഞുങ്ങൾ രൂപാന്തരം പ്രാപിക്കട്ടെ. And in Isaiah 54 and verse 13, യെശയ്യാവ് 54:13 വാക്യത്തിൽ God says, great will be the peace of your children. ദൈവം പറയുന്നു, നിങ്ങളുടെ മക്കളുടെ സമാധാനം വലിയതായിരിക്കും. Through God's love, your children's peace will be great in their studies. ദൈവസ്നേഹം മുഖാന്തരം നിങ്ങളുടെ മക്കളുടെ സമാധാനം അവരുടെ പഠനത്തിൽ വലിയതായിരിക്കും. According to 2:52, ലൂക്കോസ് 2:52 പ്രകാരം you young people, you will increase in wisdom and stature from today. യുവജനങ്ങളെ, ഇന്നു മുതൽ നിങ്ങൾ വളർച്ചയിലും ജ്ഞാനത്തിലും മുതിർന്നു വരും. And according to Psalm 112 and verse 1 and 2, സങ്കീർത്തനങ്ങൾ 112 1, 2 എന്നീ വചനങ്ങൾ പ്രകാരം you children will be mighty in the land. നിങ്ങളുടെ മക്കൾ ദേശത്തിൽ ബലപ്പെട്ടിരിക്കും. You are going to be blessed according to Isaiah 44 and verse 3. നിങ്ങൾ യെശയ്യാവ് 44:3 പ്രകാരം അനുഗ്രഹീതരാകുവാൻ പോകുന്നു. And Genesis 17 and verse 7. ഉൽപ്പത്തി 17:7 വാക്യം. God is making a covenant with you, dear children. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ദൈവം ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. Lifelong the hand of God will be upon you. ജീവിതകാലം മുഴുവൻ ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കും. Last year, കഴിഞ്ഞ വർഷം when I went to a foreign country, ഞാൻ ഒരു വിദേശ രാജ്യത്തേക്ക് my പോയപ്പോൾ wife and I were invited for dinner to a home. ഒരു ഭവനത്തിലേക്ക് എന്നെയും എൻ്റെ ഭാര്യയെയും ഡിന്നറിന് ക്ഷണിച്ചിരുന്നു. A pastor came there. പാസ്റ്റർ അവിടെ വന്നു. He was from South America. അദ്ദേഹം സൗത്ത് He അമേരിക്കക്കാരനായിരുന്നു. never knew me. അദ്ദേഹത്തിന് എന്നെ അറിയില്ലായിരുന്നു. And as soon as he saw me, അദ്ദേഹം എന്നെ കണ്ട ഉടനെ he said, അദ്ദേഹം പറഞ്ഞു, you are special. താങ്കൾ സവിശേഷതയുള്ളവനാണ്. You are special. താങ്കൾ You സവിശേഷതയുള്ളവനാണ്. are special to God. നിങ്ങൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സവിശേഷതയുള്ള Then വ്യക്തിയാണ്. he said, പിന്നീട് അദ്ദേഹം it's പറഞ്ഞു, because God has made a covenant with someone in your family. അതിന് കാരണം താങ്കളുടെ കുടുംബത്തിലുള്ള ഏതോ ഒരു വ്യക്തിയുമായി ദൈവം ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. He made a covenant with somebody in your family to love you as a family. കുടുംബസമേതം താങ്കളെ സ്നേഹിക്കുന്നതിനെ താങ്കളുടെ കുടുംബത്തിലെ ഒരു അംഗവുമായി ദൈവം ഉടമ്പടിയിൽ Because ഏർപ്പെട്ടിരിക്കുന്നു. that somebody made a covenant with God to love him and follow him and serve കാരണം ആ him. വ്യക്തി ദൈവത്തെ സ്നേഹിക്കുമെന്നും അനുഗമിക്കുമെന്നും സേവിക്കുമെന്നുമുള്ള ഒരു ഉടമ്പടിയിൽ ദൈവത്തോട് ഏർപ്പെട്ടിരിക്കുന്നു. He said that covenant will never be broken. അദ്ദേഹം പറഞ്ഞു, ആ ഉടമ്പടി ഒരിക്കലും തകരുകയില്ല. From generation to generation, God will be with you and your children. തലമുറയായി ദൈവം താങ്കളോടും താങ്കളുടെ മക്കളോടുമൊപ്പം And ഉണ്ടായിരിക്കും. you are a blessing. താങ്കൾ ഒരു അനുഗ്രഹമാണ്. I was greatly encouraged അതെന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. because my father, brother Dinakaran, made a covenant with God. കാരണം എന്റെ പിതാവ് സഹോദരൻ ദിനകരൻ ദൈവവുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരുന്നു. In 1967, 1967 on the 20th July, ജൂലൈ 20 തീയതി he made a covenant with Jesus, and Jesus made a covenant with him. അദ്ദേഹം യേശുവുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. യേശു അദ്ദേഹത്തോട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. My father said, Lord, I will serve you. എന്റെ പിതാവ് പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയെ സേവിക്കാം. When Jesus asked, will you serve me? He said, yes, Lord, I will serve you. നീ എന്നെ സേവിക്കുമോ എന്ന് യേശുക്രിസ്തു എന്റെ പിതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉവ്വ് ദൈവമേ, ഞാൻ അങ്ങയെ But സേവിക്കാം. one condition. ഒരേ ഒരു വ്യവസ്ഥ മാത്രം. My Lord Jesus, എന്റെ കർത്താവായ യേശുവേ, I will serve you only if you promise that you will come with me wherever I go. ഞാൻ എവിടേക്കെല്ലാം പോയാലും അങ്ങ് എന്നോടൊപ്പം വരാമെന്ന് വാഗ്ദത്തം ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങയെ സേവിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. God signed the covenant. ദൈവം ആ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു.
And Jesus made my father to sign the ആ covenant. ഉടമ്പടിയിൽ എന്റെ പിതാവിനെ കൊണ്ട് യേശു ഒപ്പുവെപ്പിച്ചു. 38 years until my father was alive, Jesus never forsook him. 38 വർഷങ്ങൾ എന്റെ പിതാവ് ജീവനോടിരിക്കുന്ന കാലം വരെ യേശു ക്രിസ്തു അദ്ദേഹത്തെ കൈവിട്ടില്ല. When my father passed away, എന്റെ പിതാവ് ഞങ്ങളിൽ നിന്ന് വേർപെട്ടപ്പോൾ Jesus gave me a visitation through the Holy Spirit. യേശു പരിശുദ്ധാത്മാവ് മുഖാന്തരം എനിക്കൊരു സ്വർഗീയ ദർശനം നൽകി. And he made me sign a covenant with him to fulfill his ഈ will in the ലോകത്തിൽ world. യേശുവിന്റെ ഹിതം നിറവേറ്റുന്നതിന് വേണ്ടി ഒരു ഉടമ്പടിയിൽ യേശു എന്നെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു. Then he has made a covenant with our children. പിന്നെ യേശു ഞങ്ങളുടെ മക്കളോട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. My friends, don't be afraid about the future of your children. എന്റെ സ്നേഹിതന്മാരെ, നിങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. As you have given your life to Jesus, നിങ്ങൾ ജീവിതം യേശുവിന് സമർപ്പിക്കുമ്പോൾ from generation to generation, Jesus will be with you in your family. തലമുറ തലമുറയായി നിങ്ങളുടെ കുടുംബത്തിൽ യേശുക്രിസ്തു നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. And according to Isaiah 8:18, യെശയ്യാവ് 8:18 പ്രകാരം your family will be a sign and a wonder. നിങ്ങളുടെ കുടുംബം ഒരു അടയാളവും അത്ഭുതവും ആയിരിക്കും. And the word of God and the spirit of God will be upon your children and children's children. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും നിങ്ങളുടെ മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കും. Tonight that grace is coming upon your children and children's children. ഇന്ന് ആ കൃപ നിങ്ങളുടെ മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും വന്ന് ആവസിക്കുന്നു. And pastors, upon your spiritual children also. പാസ്റ്റർമാരെ, നിങ്ങളുടെ ആത്മീയ സന്താനങ്ങളുടെ മേലും. Oh, the grace of God is coming and an increase is coming in your life and ministry. ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ വർധനവും നിങ്ങളുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും വരുവാൻ പോകുന്നു. Every blessing will follow. സകല അനുഗ്രഹങ്ങളും നിങ്ങളെ പിന്തുടർന്നു And വരും. this grace is going to come upon every one of your families from generation to generation. തലമുറ തലമുറയായി നിങ്ങൾ ഓരോരുത്തരുടെ കുടുംബത്തിന്മേലും ഈ കൃപ വന്ന് ആവസിക്കുവാൻ Many of പോകുന്നു. you have been worried about the generation curses. തലമുറകളിൽ ശാപം ഉണ്ടാകുമോ എന്ന് നിങ്ങളിൽ അനേകർ ഭയപ്പെടുന്നു. But every curse has been destroyed by Jesus on the cross. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ സകല ശാപങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. And so you will have only generation blessing after blessing after blessing in the days to come. ആകയാൽ വരും കാലങ്ങളിൽ നിങ്ങളുടെ തലമുറകളിന്മേൽ അനുഗ്രഹങ്ങൾ 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 മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. I command you to receive this generation blessing in Jesus' name. തലമുറകളുടെ മേൽ അനുഗ്രഹങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുവാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. Children, receive 1,000 times increase in your blessing. മക്കളെ, നിങ്ങളുടെ അനുഗ്രഹങ്ങളിൽ 1000 മടങ്ങ് വർധനവ് സ്വന്തമാക്കുവിൻ. Shout a big hallelujah. ഉച്ചത്തിൽ ഹല്ലേലൂയ പറയുവിൻ. Thank you, Lord. പിതാവേ നന്ദി. Thank you, Lord. പിതാവേ നന്ദി. Thank you, Lord. പിതാവേ നന്ദി. Every curse is broken tonight. സകല ശാപങ്ങളും ഇന്ന് തകർക്കപ്പെടും. Demonic spirits are broken now. ദുരാത്മാക്കൾ ഇപ്പോൾ തകർന്നു വീഴുന്നു. Every oppression, every obstacle that stopped you from going into the covenant of God is being broken tonight. ദൈവത്തിന്റെ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നതിനെ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന സകല പീഡനങ്ങളും തടസ്സങ്ങളും തകർന്നു പോകുന്നു. Thank you, Jesus. യേശുവേ നന്ദി. Thank you, Jesus. യേശുവേ നന്ദി. The devil can never steal your children or grandchildren. പിശാചിന് ഒരിക്കലും നിങ്ങളുടെ മക്കളെയോ കൊച്ചു മക്കളെയോ മോഷ്ടിക്കുവാൻ സാധിക്കുകയില്ല. Because your children are under the covenant blessing. കാരണം നിങ്ങളുടെ മക്കൾ ഉടമ്പടിക്ക് അനുസരിച്ചുള്ള അനുഗ്രഹങ്ങളുടെ കീഴിലാണ്. I see the glory of God coming upon your children and children's children. ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും വന്ന് ആവസിക്കുന്നത് ഞാൻ കാണുന്നു. When you go back in your church, every member in the church is going to increase 1,000 times. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ സഭയിലെ ഓരോ അംഗങ്ങളും 1000 മടങ്ങായി വർദ്ധിച്ച് പെരുകുവാൻ പോകുന്നു. With the spiritual power. ആത്മീയ ശക്തിയോടുകൂടി, Spiritual power. ആത്മീയ ബലത്തോടുകൂടി, Worldly blessing. ലോകത്തിലെ അനുഗ്രഹങ്ങൾ House after house. ഒന്നിനു പിറകെ ഒന്നായി വീടുകൾ ലഭിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. And every home will become a house of God. എല്ലാ ഭവനവും ദൈവത്തിന്റെ വീടായി മാറും. And God is going to prosper your children. ദൈവം നിങ്ങളുടെ മക്കളെ സമൃദ്ധീകരിക്കുവാൻ പോകുന്നു. The Bible says, വേദപുസ്തകം പറയുന്നു, 2 Peter 3:18, 2 പത്രോസ് 3:18, you will increase in the grace of God. നിങ്ങൾ ദൈവത്തിന്റെ കൃപയിൽ വർദ്ധിച്ചു വളരും. Increase in the knowledge of Jesus. നിങ്ങൾ യേശുവിന്റെ ജ്ഞാനത്തിൽ പെരുകും You വർദ്ധിക്കും. will see Him.
നിങ്ങൾ യേശുവിനെ You കാണും. will see him. നിങ്ങൾ യേശുവിനെ കാണും. God says ദൈവം പറയുന്നു in Acts 2:28, പ്രവൃത്തികൾ 2:28 വാക്യത്തിൽ, Acts 2:17, പ്രവൃത്തികൾ 2:17, Joel 2:28, യോവേൽ 2:28 വാക്യത്തിൽ, in the last days അന്ത്യകാലത്ത് I will pour my spirit upon all flesh, ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. and your sons and daughters will prophesy. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. Yes, now the prophetical anointing which takes you into the prophetic blessing will come upon you. ഇപ്പോൾ പ്രവാചക അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന പ്രവാചക അഭിഷേകം നിങ്ങളുടെ മേൽ വന്ന് ആവസിക്കുവാൻ പോകുന്നു. It is the prophetic blessing which is a blessing of increase, increase, increase. പ്രവാചക അനുഗ്രഹങ്ങൾ എന്നാൽ അത് വർധനവിന്റെ 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 അനുഗ്രഹങ്ങളാണ്. The prophet Elijah said, പ്രവാചകനായ ഏലിയാവ് പറഞ്ഞു, widow, വിധവയായ സഹോദരി, bring me a flour bread. നീ ആദ്യം എനിക്ക് മാവ് കൊണ്ട് ഒരു ചെറിയ അട ഉണ്ടാക്കി തരൂ. She said, I'm going to die because I have only little flour and little oil. അവർ പറഞ്ഞു, എന്റെ പക്കൽ അല്പം മാവും കുറച്ച് എണ്ണയും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അപ്പം ഉണ്ടാക്കി തിന്ന് ഞങ്ങൾ മരിക്കുവാൻ We'll പോകുന്നു. eat that and me and my son will die after that. അത് തിന്ന് ഞാനും എന്റെ മകനും മരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. But he spoke the prophetic word. എന്നാൽ ഏലിയാവ് പ്രവചനാത്മകമായി സംസാരിച്ചു. And he said, അദ്ദേഹം പറഞ്ഞു, give that bread first to me. നീ ഒരു അട ഉണ്ടാക്കി ആദ്യം എനിക്ക് തരൂ. And then your oil, your flour will never diminish. എന്നാൽ നിന്റെ കലത്തിലെ മാവും തുരുത്തിയിലെ എണ്ണയും ഒരിക്കലും ഒരു നാളും കുറഞ്ഞു പോകുകയില്ല. She obeyed the prophetic word of God. ആ വിധവ ദൈവത്തിന്റെ പ്രവചന ദൂതുകൾ സ്വീകരിച്ചു, അനുസരിച്ചു. And the prophetic blessing of increase started. വർധനവിന്റെ പ്രവാചക അഭിഷേകങ്ങൾ അവരുടെ മേൽ ചൊരിയപ്പെടുവാൻ തുടങ്ങി. Increase of blessing in the family. കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുവാൻ തുടങ്ങി. Her child never died. അവരുടെ മകൻ മരിച്ചുപോയില്ല. Her son never died. അവരുടെ മകൻ മരിച്ചുപോയില്ല. But he lived. എന്നാൽ അവൻ ജീവിച്ചു. And the king heard about it and honored that family. രാജാവ് ആ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞു, ആ കുടുംബത്തെ മാനിച്ചു. Your children will rise up to high places in the government. നിങ്ങളുടെ മക്കൾ സർക്കാർ തലങ്ങളിൽ അത്യുന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഉയരും. Because they'll be like Joseph prophesying to kings. കാരണം അവർ യോസേഫിനെ പോലെ രാജാക്കന്മാരോട് പ്രവചിക്കും. You will prophesy to kings, my young men and young women. എന്റെ യുവാവേ, എന്റെ യുവതി, നിങ്ങൾ രാജാക്കന്മാരോട് പ്രവചിക്കും. You will speak how to grow food and save the nation. എങ്ങനെ ധാന്യം വളർത്തി രാജ്യത്തെ രക്ഷിക്കുവാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കും. But you young people will have direction from God to produce more food and to provide water, provide all the prosperity for the nation through the prophetic anointing. എന്നാൽ പ്രവാചക അഭിഷേകത്തിലൂടെ കൂടുതൽ ധാന്യം വിളയിക്കുവാനും ദേശത്തിന് ആവശ്യമായ വെള്ളം നൽകുവാനുമുള്ള മാർഗനിർദ്ദേശം സർവശക്തനായ ദൈവത്തിൽ നിന്ന് യുവജനങ്ങളായ നിങ്ങൾക്ക് ലഭിക്കും. When you prophesy God's solutions to problems, നിങ്ങൾ പ്രശ്നങ്ങൾക്കുള്ള ദൈവിക പ്രതിവിധികളെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ you will rise up as Joseph to become rulers in the nation. നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളായി തീരത്തക്കവണ്ണം യോസേഫിനെ പോലെ എഴുന്നേൽക്കും. That's the prophetic anointing that is going to come upon you right ആ now. പ്രവാചക അഭിഷേകമാണ് ഇപ്പോൾ നിങ്ങളുടെ മേൽ വന്ന് ആവസിക്കുവാൻ പോകുന്നത്. And you will increase. നിങ്ങൾ വർദ്ധിക്കും. Your stature will increase. നിങ്ങളുടെ അന്തസ്സ് വർദ്ധിക്കും. Yes, God's people will rise up to high places in the nation. അതെ, ദൈവത്തിന്റെ ജനം ഈ ദേശത്ത് അത്യുന്നത സ്ഥാനങ്ങളിലേക്ക് ഉയരും. How many of you want the prophetic anointing? നിങ്ങളിൽ എത്ര പേർക്ക് പ്രവാചക അഭിഷേകം ആവശ്യമുണ്ട്? How many of you want the prophetic anointing? എത്ര പേർക്ക് പ്രവാചക അഭിഷേകം വേണം? Power of God is going to come upon you in a glorious way. ദൈവശക്തി മഹനീയമായ രീതിയിൽ നിങ്ങളുടെ മേൽ വന്ന് ആവസിക്കുവാൻ I'm going to പോകുന്നു. pray for you right now. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. You may put down your hands. നിങ്ങൾക്ക് കരങ്ങൾ The താഴെയിടാം. Lord told me ദൈവം എന്നോട് പറഞ്ഞു, tonight the prophetic anointing which brings increase in your life, stature in your life, and honor in your life will come upon every one of you. ഇന്ന് ജീവിതത്തിൽ വളർച്ചയ്ക്കും മാനത്തിനും മഹത്വത്തിനും ആവശ്യമായ പ്രവാചക അഭിഷേകം നിങ്ങൾ എല്ലാവരുടെ മേലും ഇന്ന് വന്ന് ആവസിക്കുമെന്ന് സർവശക്തനായ ദൈവം എന്നോട് പറഞ്ഞു. And you will pray for others. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. And through your prophecy, many others will be blessed, as Elijah prophesied, and the family of the widow was blessed. ഏലിയാവ് പ്രവചിച്ചപ്പോൾ ആ വിധവയുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ പ്രവചനങ്ങളിലൂടെ അനേകം കുടുംബങ്ങൾ
ഇന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കും. We have a Jesus Calls Prayer Tower right here in Jalandhar. ഇവിടെ ജലന്ധറിൽ ഞങ്ങൾക്ക് ഒരു യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരമുണ്ട്. Yes, you can go and prophesy God's plan to other people and pray for others there. അതെ, നിങ്ങൾക്ക് അവിടേക്ക് കടന്നു ചെന്ന് ദൈവിക പദ്ധതികളെക്കുറിച്ച് പ്രവചിക്കുവാനും മറ്റു ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സാധിക്കും. Lord, let your blessing flow into their home, കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരുടെ ഭവനത്തിലേക്ക് പാഞ്ഞു ചെല്ലട്ടെ, flow into their hearts, അവരുടെ ഹൃദയത്തിലേക്ക് പാഞ്ഞു ചെല്ലട്ടെ, and fill them now. അവരെ ഇപ്പോൾ നിറയ്ക്കണമേ. Let every curse disappear in Jesus' name. സകല ശാപങ്ങളും യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. Generation blessing come. തലമുറയ്ക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ. Everybody open your heart and praise the Lord. എല്ലാവരും ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കുവിൻ. There is an increase of blessing coming right now. Praise Him. ഒരു അനുഗ്രഹ വർധനവ് നിങ്ങളിലേക്ക് വരുന്നു. ദൈവത്തെ സ്തുതിക്കുവിൻ. Without the prophetic anointing, you cannot survive in this wicked world. പ്രവാചക അഭിഷേകം കൂടാതെ ഈ ദുഷ്ടലോകത്തിൽ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കുകയില്ല. The spirit which was upon Joseph, Daniel is coming into you right now. യോസെഫിന്റെ മേലും ദാനിയേലിന്റെ മേലും ഉണ്ടായിരുന്ന ആത്മാവ് ഇപ്പോൾ നിങ്ങളുടെ മേൽ വരുന്നു. The Holy Spirit is coming right now. പരിശുദ്ധാത്മാവ് ഇപ്പോൾ വരുന്നു. Open your mouth വായ് തുറക്കുവിൻ. and tear your spirits and cry to God. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ കീറി ദൈവത്തോട് നിലവിളിക്കുവിൻ. Lord, the meeting is getting over. കർത്താവേ, യോഗം അവസാനിക്കാറായിരിക്കുന്നു. I don't want to go without the prophetic anointing. പ്രവാചക അഭിഷേകം കൂടാതെ തിരിച്ചു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I want you to fill me with the Holy Spirit. പിതാവേ, പരിശുദ്ധാത്മാവിനാൽ അങ്ങനെ നിറയ്ക്കണം. Come on, cry. വരൂ, നിലവിളിക്കുവിൻ. Everybody cry. എല്ലാവരും നിലവിളിക്കുവിൻ. Husband and wife cry. ഭാര്യയും ഭർത്താവും നിലവിളിക്കുവിൻ. Family by family cry. കുടുംബമായി ദൈവത്തോട് നിലവിളിക്കുവിൻ. Jesus wants to come and talk to you as He is speaking to me here on the platform. യേശു എന്നോട് സംസാരിക്കുന്നത് പോലെ നിങ്ങളോടും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. You can take Jesus with you നിങ്ങൾക്ക് യേശുവിനെ നിങ്ങളോടൊപ്പം കൂടെ കൊണ്ടുപോകാം. as the Lord Holy Spirit fills you with Himself. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കുമ്പോൾ Come on, speak in new tongues. വരൂ, പുതുഭാഷകളിൽ സംസാരിക്കുവിൻ. The tongues of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഭാഷകളിൽ. It's coming like a fire into your spirit. അത് അഗ്നി പോലെ നിങ്ങളുടെ ആത്മാവിലേക്ക് വരുന്നു. Fire. അഗ്നി പോലെ, God's fire. ദൈവത്തിന്റെ അഗ്നി പോലെ. You're being transformed into the image of Jesus. നിങ്ങൾ ക്രിസ്തുവിന്റെ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. Be filled now. ഇപ്പോൾ നിറയപ്പെടുവിൻ. Demonic spirits leave in Jesus' name. ദുരാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. Spirit of the flesh leave in Jesus' name. ജഡത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. Be filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവിൻ. Fill, Lord. പിതാവേ, നിറയ്ക്കണമേ. Fill everybody. എല്ലാവരെയും നിറയ്ക്കണമേ. Let them enjoy your love. അവർ അങ്ങയുടെ സ്നേഹം ആസ്വദിച്ച് Let അനുഭവിച്ചറിയട്ടെ. them see visions now. അവർ ഇപ്പോൾ ദർശനങ്ങൾ കാണട്ടെ. Let them prophesy. അവർ പ്രവചിക്കട്ടെ. Make them speak in God's tongues in Jesus' name. യേശുവിന്റെ നാമത്തിൽ ദൈവിക ഭാഷകളിൽ അവരെ സംസാരിപ്പിക്കണമേ. Come on, praise the Lord. വരൂ, ദൈവത്തെ സ്തുതിക്കുവിൻ. The Holy Spirit is filling you now. പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിങ്ങളെ നിറയ്ക്കുന്നു. Open your mouth. വായ് തുറക്കുവിൻ. Say thank you, Lord. ദൈവമേ, നന്ദി എന്ന് പറയുവിൻ. Rejoice in your heart. ഹൃദയത്തിൽ ആനന്ദിക്കുവിൻ. Rejoice. ഹൃദയത്തിൽ ആനന്ദിക്കുവിൻ. Rejoice. ആനന്ദിക്കുവിൻ. Rejoice. ആനന്ദിക്കുവിൻ. That God is coming into you now. ദൈവം ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്നു. God is coming into you now. ദൈവം ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്നു. The Holy Spirit is coming into you now. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. The devils are running now. പിശാചുക്കൾ ഓടിപ്പോകുന്നു. Failure is running now. പരാജയം നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്നു. Sorrow is running now. ദുഃഖം നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്നു. Losses are running now. നഷ്ടങ്ങൾ നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്നു. God is coming into you. ദൈവം നിങ്ങളിലേക്ക് വരുന്നു. Are you not happy? നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നില്ലേ? Open your mouth and praise the Lord. വായ് തുറന്ന് ദൈവത്തെ സ്തുതിക്കുവിൻ. Come on, praise Him. സ്തുതിക്കുവിൻ. Praise Him. സ്തുതിക്കുവിൻ. Praise Him. സ്തുതിക്കുവിൻ. Say, I am a useless person, but you are filling me, Almighty God. Thank you. നിങ്ങൾ ഇപ്രകാരം പറയുവിൻ: ദൈവമേ, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എങ്കിലും സർവശക്തനായ അങ്ങ് എന്നെ നിറയ്ക്കുന്നു. അങ്ങേക്ക് നന്ദി.
Thank you, Lord. പിതാവേ നന്ദി, Thank you, Lord. പിതാവേ നന്ദി. Come on, praise Him. വരൂ ദൈവത്തെ Jump സ്തുതിക്കുവിൻ. with joy. സന്തോഷത്തോടെ തുള്ളിച്ചാടുവിൻ. Jump with joy. സന്തോഷത്തോടെ തുള്ളിച്ചാടുവിൻ. Dance in the presence of God. ദൈവസന്നിധിയിൽ നൃത്തം ചെയ്യുവിൻ. You are becoming the prophet of the living God. നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവാചകനായി തീരുന്നു. Prophetess of the living God. ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവാചകിയായി തീരുന്നു. Lord, touch their spirits. ദൈവമേ അവരുടെ ആത്മാവിനെ തൊടയണമേ. Let them prophesy. അവർ പ്രവചിക്കട്ടെ. Let them prophesy. അവർ പ്രവചിക്കട്ടെ. Let the prophetic anointing flow. പ്രവാചക അഭിഷേകം ഇറങ്ങി വരട്ടെ. Let their spirits be connected to God's spirit now. അവരുടെ ആത്മാക്കൾ ദൈവത്തിന്റെ ആത്മാവുമായി ഇപ്പോൾ ബന്ധം സ്ഥാപിക്കട്ടെ. He that is joined with the Lord is one spirit with the Lord. കർത്താവോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. She that is joined with the Lord is one spirit with the Lord. കർത്താവുമായി പറ്റിച്ചേരുന്നവൾ അവനുമായി ഏകാത്മാവാകുന്നു. God's spirit is coming and joining with your spirit right now. ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ഇറങ്ങി വരുന്നു, നിങ്ങളുടെ ആത്മാവോട് ചേരുന്നു. God's spirit is coming and joining with your spirit now. ദൈവത്തിന്റെ ആത്മാവ് വന്ന് നിങ്ങളുടെ ആത്മാവിനോട് ചേരുന്നു. Your spirit is being set on heavenly fire. നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ സ്വർഗീയ അഗ്നിയിൽ കത്തി ജ്വലിക്കുന്നു. With love for Jesus. യേശുവിനോടുള്ള സ്നേഹം നിമിത്തം, Love for Jesus. യേശുവിനോടുള്ള സ്നേഹത്തോടെ, Love for Jesus. യേശുവിനോടുള്ള സ്നേഹത്തോടെ Sin is leaving. പാപം വിട്ടുപോകുന്നു. Pleasures are leaving. ദുർമോഹങ്ങൾ വിട്ടുപോകുന്നു. Joy is coming into your heart. സന്തോഷം ഹൃദയത്തിലേക്ക് വരുന്നു. The joy that the Lord has for you. ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സന്തോഷം. Come on, laugh and laugh and laugh with joy. വരൂ സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുവിൻ, പൊട്ടിച്ചിരിക്കുവിൻ. Say, Jesus loves me. യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, I am so blessed. ഞാൻ അനുഗ്രഹീതനാണ്, I am not an orphan. ഞാൻ ഒരു അനാഥനല്ല. My Lord Jesus has come to me. എന്റെ യേശു ക്രിസ്തു എന്നിലേക്ക് വരുന്നു. My sorrow is turning into joy. എന്റെ സങ്കടമെല്ലാം സന്തോഷമായി മാറുന്നു. Father, make them speak in new tongues. പിതാവേ, പുതുഭാഷകളിൽ അവരെ സംസാരിപ്പിക്കണമേ. Tongues of joy. സന്തോഷത്തിന്റെ ഭാഷയിൽ, Tongues of God. ദൈവത്തിന്റെ ഭാഷയിൽ Let them prophesy. അവർ പ്രവചിക്കട്ടെ. Everybody in this ground. ഈ ഗ്രൗണ്ടിലെ എല്ലാവരും പ്രവചിക്കട്ടെ. Make everyone prophesy to Punjab, to India, to our family and to the place of work. ഇന്ത്യയെക്കുറിച്ചും പഞ്ചാബിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും പ്രവചിക്കുവാൻ ഓരോരുത്തരെയും അങ്ങ് പ്രാപ്തരാക്കണമേ. അവർ കൃത്യമായി പ്രവചിക്കട്ടെ. Let the nation be blessed through everyone here. ഇവിടെയുള്ള എല്ലാവരും മുഖാന്തരം ദേശം അനുഗ്രഹീതമാകട്ടെ. Let the rulers of Punjab be blessed through everyone here. പഞ്ചാബിലെ ഭരണാധികാരികൾ ഇവിടെയുള്ളവർ മുഖാന്തരം അനുഗ്രഹീതരാകട്ടെ. Let thy children, the young people, rise up as Daniels and Josephs and Esthers and Deborahs. യുവജനങ്ങൾ എസ്തേറിനെ പോലെ, ദാനിയേലിനെ പോലെ, ദെബോറയെ പോലെ എഴുന്നേൽക്കട്ടെ, എഴുന്നേറ്റ് പ്രകാശിക്കട്ടെ. Their lips are on fire now, ഞങ്ങളുടെ അധരങ്ങളിൽ ഇപ്പോൾ അഗ്നി കത്തിയെരിയുന്നു. full of the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട്, Holy Spirit. പരിശുദ്ധാത്മാവേ, Holy Spirit. പരിശുദ്ധാത്മാവേ, Holy Spirit. പരിശുദ്ധാത്മാവേ. Father, പിതാവേ, as you are asking me to pray, അങ്ങ് പ്രാർത്ഥിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടത്, I pray for the young people who need to get married, Lord. വിവാഹത്തിനായി കാത്തിരിക്കുന്ന യുവജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. Let them have God-fearing, prosperous spouses in Jesus' name coming to them this month itself. ഈ മാസം തന്നെ ദൈവഭയമുള്ള ജീവിത പങ്കാളികൾ അവരെ തേടി വരട്ടെ, യേശുവിന്റെ നാമത്തിൽ. In the name of Jesus, I pronounce this blessing into their lives. യേശുവിന്റെ നാമത്തിൽ ഈ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Build their homes. അവരുടെ ഭവനത്തെ കെട്ടിപ്പണിയണമേ. Build their homes. അവരുടെ ഭവനത്തെ കെട്ടിപ്പണിയണമേ. Build them into homes. അവരെ കുടുംബത്തിൽ And give വസിക്കുമാറാക്കണമേ. them a wonderful family life. അവർക്ക് നല്ല കുടുംബജീവിതം നൽകണമേ. Save every member of the family as they prophesy. അവർ പ്രവചിക്കുന്നത് പോലെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും അങ്ങ് രക്ഷിക്കണമേ. Let there be joy in every home. എല്ലാ ഭവനത്തിലും സന്തോഷം ഉണ്ടാകട്ടെ. Covenant blessing in every home. എല്ലാ ഭവനത്തിലും ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. I pray for everyone who needs a job. ഒരു ജോലി ആവശ്യമുള്ള എല്ലാവർക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. Not just an ordinary job, but a job provided by God. ഒരു സാധാരണ ജോലിയല്ല, ദൈവത്താൽ നൽകപ്പെടുന്ന അനുഗ്രഹീതമായ ജോലി. No more debts. ഇനി അവർക്ക് കടഭാരങ്ങൾ ഉണ്ടാകരുത്. I release them from that curse of debt.
കടത്തിന്റെ ശാപത്തിൽ നിന്ന് ഞാൻ അവരെ എല്ലാവരെയും വിടുവിക്കുന്നു. Let them prophesy and receive God's provisions every day. അവർ പ്രവചിച്ച് അനുദിനവും ദൈവീകമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ. It's coming, my friend. സുഹൃത്തെ, അത് വരുന്നു. As Elijah prophesied and the woman obeyed, prophetic blessing came upon the family. ഏലിയാവ് പ്രവചിച്ചത് ആ വിധവ അംഗീകരിച്ചപ്പോൾ പ്രവാചക അഭിഷേകങ്ങൾ കുടുംബത്തിലുണ്ടായി. The blessing of increase is coming. വർദ്ധനവിന്റെ അനുഗ്രഹങ്ങൾ വരുന്നു. In the name of Jesus, let it come upon them. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം അവരുടെ മേൽ വന്ന് ആവസിക്കട്ടെ. A little one become 1,000. ചെറിയവൻ 1000 തീരും. Mashal Barani Santil Barani. We give you all the glory. സകല മഹത്വവും അങ്ങേക്ക് We കരേറ്റുന്നു. give you all the glory. സകല മഹത്വവും അങ്ങേക്ക് കരേറ്റുന്നു. Great releases come upon everybody. വലിയ വിടുതൽ എല്ലാവർക്കും ലഭിക്കുന്നു. I pray for all the churches, Lord. ഞാൻ എല്ലാ സഭകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. Let there be a great increase. സഭകളിൽ വലിയ വർധനവുണ്ടാകട്ടെ. Miracles after miracles in every church. ഒന്നിനു പിറകെ ഒന്നായി എല്ലാ സഭകളിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. The Lord tells me 2 things for every ministry in Punjab. എല്ലാ ശുശ്രൂഷയ്ക്കും വേണ്ടി ദൈവം 2 കാര്യങ്ങൾ എന്നോട് വ്യക്തമായി പറഞ്ഞു. You are going to see the resurrection power of Jesus as never before in your ministries. മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ നിങ്ങളുടെ ദൈവിക ശുശ്രൂഷകളിൽ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി അനുഭവിച്ചറിയുവാൻ പോകുന്നു. Thank you, Jesus. യേശുവേ നന്ദി. Thank you, Jesus. യേശുവേ നന്ദി. And the young people who follow the Lord, who love the Lord Jesus, shall increase and rise up to great heights. ദൈവത്തെ അനുഗമിക്കുന്ന യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന യുവജനങ്ങൾ അത്യുന്നതങ്ങളിലേക്ക് ഉയരും. അവർ വർദ്ധിച്ച് Would you പെരുകും. thank God for this blessing? ഈ അനുഗ്രഹത്തിനായി നിങ്ങൾ ദൈവത്തിന് സ്തോത്രം കരേറ്റുമോ? Would you receive this blessing? നിങ്ങൾ ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കുമോ? Hallelujah. ഹല്ലേലൂയ. I'm going to pray the final prayer as the Holy Spirit is leading me into it. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ഞാൻ അവസാനത്തെ പ്രാർത്ഥന അർപ്പിക്കുവാൻ പോകുന്നു. Everyone who is sick, രോഗികളായ എല്ലാവരും put your hands upon your chest. കരങ്ങൾ നെഞ്ചിൽ വെക്കുവിൻ. If you are here as husband and wife, hold hands. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഇവിടെ ഉണ്ടെങ്കിൽ പരസ്പരം കരങ്ങൾ കോർത്തു If പിടിക്കുവിൻ. somebody is not able to pray for themselves, you lay hands upon them. ഒരാൾക്ക് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ മേൽ കരം വെച്ച് അവർക്കായി പ്രാർത്ഥിക്കുവിൻ. Now we'll believe Lord for healing our organs and our bodies. ഇപ്പോൾ ദൈവം നമ്മുടെ ശരീരത്തിനും അവയവങ്ങൾക്കും സൗഖ്യം നൽകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. Not because of Paul Dinakaran's prayers. പോൾ ദിനകരന്റെ പ്രാർത്ഥനകൾ നിമിത്തമല്ല. Paul Dinakaran is mud and clay and a man. പോൾ ദിനകരൻ വെറും കളിമണ്ണാണ്, കേവലം ഒരു മനുഷ്യനാണ്. But Jesus has already shed his blood and has wounds in his body to heal all our sicknesses. എന്നാൽ നമ്മുടെ സകല വ്യാധികൾക്കും സൗഖ്യം നൽകുന്നതിനു വേണ്ടി കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ രക്തം ചിന്തിക്കഴിഞ്ഞിരിക്കുന്നു. തന്റെ ശരീരത്തിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു. Look at the wounds of Jesus. യേശുക്രിസ്തുവിന്റെ മുറിവുകളിലേക്ക് നോക്കുവിൻ. One touch ഒരേ ഒരു കരസ്പർശത്താൽ by the wounds of Jesus will heal us. യേശുക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിക്കും. He is in your heart. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ He വസിക്കുന്നു. is rising up in your body, which is the temple of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായ നിങ്ങളുടെ ശരീരത്തിൽ യേശുക്രിസ്തു Now ഉണർന്നെഴുന്നേൽക്കുന്നു. believe for your healing from Jesus. ഇപ്പോൾ യേശുവിൽ നിന്ന് സൗഖ്യം ലഭിക്കുമെന്ന് ദൃഢമായി വിശ്വസിക്കുവിൻ. Lord Jesus, കർത്താവായ യേശുവേ, we pray in the name of Jesus. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. You said, ask anything in my name and I will do it. എന്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും ഞാൻ അത് ചെയ്തു തരുമെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. Where the Spirit of the Lord is, there is liberty. എവിടെ കർത്താവിന്റെ ആത്മാവുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. Now liberate all of us from all the sickness and weakness, Lord. ഇപ്പോൾ സകല രോഗങ്ങളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും വിടുവിക്കണമേ. Let every sickness be healed. സകല രോഗങ്ങളും സൗഖ്യം പ്രാപിക്കട്ടെ. Let everyone's organs be healed in Jesus' name. എല്ലാവരുടെയും അവയവങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. Let every organ which is dead come back to life in Jesus' name. നിർജീവമായ എല്ലാ അവയവങ്ങളും യേശുവിന്റെ നാമത്തിൽ ജീവനിലേക്ക് തിരിച്ചു വരട്ടെ.
Just praise Him now, it's happening. ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുവിൻ. Life is coming into your organs again. നിങ്ങളുടെ അവയവങ്ങളിലേക്ക് ജീവൻ തിരിച്ചു വരുന്നു. Just praise the Lord. ദൈവത്തെ സ്തുതിക്കുവിൻ. Hallelujah. ഹല്ലേലൂയ. Your organs are coming back to life നിങ്ങളുടെ അവയവങ്ങൾ ജീവനിലേക്ക് തിരിച്ചു വരുന്നു. because Jesus is healing you. കാരണം യേശു നിങ്ങൾക്ക് സൗഖ്യം The നൽകുന്നു. Holy Spirit is resurrecting you. പരിശുദ്ധാത്മാവ് നിങ്ങളെ Come ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. on, open your mouth and praise Him now. വരൂ, വായ് തുറന്ന് ദൈവത്തെ സ്തുതിക്കുവിൻ. In the name of Jesus, let every weakness leave the organs of the people. യേശുവിന്റെ നാമത്തിൽ ജനങ്ങളുടെ അവയവങ്ങളെ സകല ബലഹീനതകളും Come വിട്ടുപോകട്ടെ. on, praise Him. വരൂ, ദൈവത്തെ സ്തുതിക്കുവിൻ. Just praise Him. ദൈവത്തെ സ്തുതിക്കുവിൻ. It's happening. Believe and praise Him. അതിപ്പോൾ സംഭവിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവിൻ. Jesus is healing you. യേശു ക്രിസ്തു നിങ്ങൾക്ക് സൗഖ്യം നൽകുന്നു. Nobody is extra special. ആർക്കും ഒരു പ്രത്യേകതയുമില്ല. All of us are special to Jesus. നമ്മൾ എല്ലാവരും യേശുവിന് പ്രിയപ്പെട്ടവരാണ്. He has shed His blood for യേശു everybody. എല്ലാവർക്കും വേണ്ടി രക്തം ചിന്തി. Come on, praise Him. വരൂ, സ്തുതിക്കുവിൻ. Praise Him. സ്തുതിക്കുവിൻ. Praise Him for healing you. ദൈവത്തെ In സ്തുതിക്കുവിൻ. faith, praise Him. വിശ്വാസത്തോടെ സ്തുതിക്കുവിൻ. Say, my kidneys are healed by you, Lord Jesus. Thank you. എന്റെ വൃക്കകൾ യേശുവേ അങ്ങ് സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് പറയുവിൻ. My liver is healed. എന്റെ കരളിന് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. My uterus is എന്റെ healed. ഗർഭാശയത്തിനും My eyes are healed. എന്റെ കണ്ണുകൾ My brain സൗഖ്യമായിരിക്കുന്നു. is healed. എന്റെ തലച്ചോറിന് സൗഖ്യം My ലഭിച്ചിരിക്കുന്നു. organs are healed. എന്റെ അവയവങ്ങൾ സൗഖ്യം My back പ്രാപിച്ചിരിക്കുന്നു. pain is healed. എന്റെ മുതുകുവേദന സൗഖ്യമായിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Whatever you need, ask God and say, thank you, Jesus. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും യേശുവിനോട് യാചിക്കുവിൻ. Receive the healing in Jesus' name. യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം പ്രാപിക്കുവിൻ. Thank you, Lord. പിതാവേ നന്ദി. Thank you, Lord. പിതാവേ നന്ദി. You are healing everybody അങ്ങ് now. എല്ലാവർക്കും സൗഖ്യം നൽകുന്നു. Every ear is opening right now. എല്ലാ കാതുകളും തുറക്കപ്പെടുന്നു. Receive the life of Christ. ക്രിസ്തുവിന്റെ ജീവൻ പ്രാപിക്കുവിൻ. From head to foot, you are healing everybody, Lord. ശിരസ് മുതൽ പാദം വരെ അങ്ങ് എല്ലാവർക്കും സൗഖ്യം നൽകുന്നു. And now, you evil powers, ഇപ്പോൾ ദുരാത്മാക്കളെ, you witchcraft powers, ആഭിചാര ശക്തികളെ, you powers which have come into the bodies of the people because of their old sins, പഴയ പാപങ്ങൾ നിമിത്തം ജനങ്ങളുടെ ജീവിതത്തെ ദുരാത്മാക്കൾ പിടികൂടിയിരിക്കുന്നു. അത്തരം ദുരാത്മാക്കളെ I command you in Jesus' name, leave the organs of the people. യേശുവിന്റെ നാമത്തിൽ ജനങ്ങളുടെ അവയവങ്ങളെ വിട്ട് പോകുവാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. Leave their minds now. അവരുടെ മനസ്സുകളെ വിട്ട് പോകുവിൻ. Be healed, you organs, in Jesus' name. അവയവങ്ങളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുവിൻ. Every cancer, every tumor, be healed in Jesus' name. എല്ലാ ക്യാൻസറും എല്ലാ ട്യൂമറും യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. New skin come. പുതിയ ത്വക്ക് വരുന്നു. Thank you, Lord, for doing it. പിതാവേ, അപ്രകാരം ചെയ്യുന്നതിന് നന്ദി. Come on, clap your hands and praise the ഒരു Lord. കരഘോഷം മുഴക്കി യേശുവിനെ സ്തുതിക്കുവിൻ. Try to do what you could not do before. മുൻപ് ചെയ്യുവാൻ സാധിക്കാത്തത് ചെയ്തു നോക്കുവിൻ. Jesus has healed you. യേശു നിങ്ങൾക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു. Jesus has healed യേശു you. നിങ്ങൾക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു. Raise your hands and praise the Lord. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുവിൻ. Praise the Lord. ദൈവത്തെ സ്തുതിക്കുവിൻ. Praise the Lord. ദൈവത്തെ സ്തുതിക്കുവിൻ. Praise the Lord. ദൈവത്തെ സ്തുതിക്കുവിൻ. Miracles are happening. അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Jesus is coming with you. യേശു നിങ്ങളോടൊപ്പം വരുന്നു. Jesus is coming with you. യേശു നിങ്ങളോടൊപ്പം വരുന്നു. Thank you, Lord. പിതാവേ നന്ദി.